ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു chinnustastebuds. ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ചോറാണിത്. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വന്നാലാണെങ്കിലും കുറച്ച് ഇറച്ചിയും വാങ്ങിച്ച് സാധാരണ പുഴുക്കലരി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റൈസാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ ഈ റൈസ് നമുക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 കിലോ സുരേഖ റൈസാണ് എടുത്തിട്ടുള്ളത്. പുഴുക്കലരി, സുരേഖയുടെ പുഴുക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിൽ അളന്ന് വെക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിറച്ച് അരി എടുത്തിട്ടുണ്ട്. അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുള്ളതാണ്. അരി സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, സോക്ക് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കിലോ അരിക്ക് 1 കിലോ ബീഫ് എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇത്രയും ക്ലിയറായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഇത് തയ്യാറാക്കാൻ കഴിയാൻ വേണ്ടിയാണ് ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മസാലയൊന്നും വയറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 10 പച്ചമുളക്, 10 വലിയ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 12 പച്ചമുളക് വരെ എടുക്കാവുന്നതാണ്. പിന്നെ രണ്ട് തക്കാളിയും കൂടെ, 2 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ മസാലകൾ. ഈ ഒരു പാകത്തിന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇറച്ചിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചിയും അരിയിലേക്കും ഇട്ട് കൊടുക്കാം. പിന്നെ അതേ മിക്സിയിലേക്ക് തന്നെ 4 സവാള റഫായിട്ട് അരിഞ്ഞ 4 സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് സവാളയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഈ സവാളയൊക്കെ ഒരുപാട് നേരം, മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ സവാള നന്നായിട്ട് വഴറ്റിയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് സവാള വഴറ്റാതെ തന്നെ നല്ല ടേസ്റ്റുള്ള റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് സവാള ചതച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3.5 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണിൽ 3.5 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ അരിയും ഇറച്ചിയും ഒരുമിച്ചിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടിലും കറക്റ്റ് അളവിൽ ഉപ്പ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് 3.5 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ല കറക്റ്റ് പാകത്തിനായിരിക്കുള്ളൂ. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അങ്ങനെ ഒരു 2-3 പീസ് വീതം അതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകവും കൂടി, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പൂൺ കൊണ്ട്, ഒരു ചട്ടകം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ അരിയും ബീഫും മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണം. ഇതിൽ നമ്മൾ പുഴുക്കലരിയാണ് യൂസ് ചെയ്യുന്നത്. പുഴുക്കലരി സോക്ക് ചെയ്യാതെയാണ് വെച്ചിട്ടുള്ളത്. സാധാരണ പുഴുക്കലരി കൊണ്ട് റൈസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇത് നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ബീഫും റൈസും ഒരേ അളവിൽ വേവിച്ചെടുക്കേണ്ടതുമാണ്, ഒരുമിച്ച് വേവിച്ചെടുക്കേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സോക്ക് ചെയ്യാൻ വെക്കാത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ അരി അളന്നത് ആ പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് എടുക്കേണ്ടത്. കാര്യം നമ്മൾ ബീഫ് വെന്ത് വരുമ്പോൾ ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് ഈ റൈസും ബീഫും വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 പാത്രം അരിയാണ് എടുക്കുന്നതെങ്കിൽ, 1 കപ്പ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ 2 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. ഞാൻ ഇത്ര ക്ലിയറായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മിസ്റ്റേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ക്ലിയറായിട്ട് പറയുന്നത്. അപ്പോൾ ഇനി അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ റൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കുക്കർ ഇവിടെ ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ നിറഞ്ഞ് ഇതേപോലെ ഇരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും ഈ കുക്കറിൻ്റെ അളവിൽ കറക്റ്റായിരുന്നു. എൻ്റെ റൈസും ബീഫും വെന്ത് വരുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം, നമ്മൾ ഇതുവരെ സ്റ്റൗവിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് കുക്കർ മൂടിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കറക്റ്റ് 3 വിസിലാവുമ്പോൾ നമുക്ക് ഈ റൈസ് ഓഫ് ചെയ്യണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യത്തെ 1 വിസിൽ വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമാക്കി വെക്കുക. പിന്നീട് 2 വിസിൽ, ആ അളവിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഇത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കുമ്പോൾ നമ്മളിത് ബീഫാണ് വേവിക്കുന്നത്. ബീഫിന് കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വീണ്ടും ഒരു 2 വിസിൽ. അപ്പോൾ ടോട്ടൽ 3 വിസിൽ വരുന്നത് വരെ കുക്കറിൽ ഇത് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ 3 വിസിൽ വരെ വേവിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ വിസിൽ കളഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റായിട്ട് റൈസും ബീഫും ഒരേപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിലപ്പോൾ ഞാൻ നല്ല നെയ്യുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി ആദ്യമേ തന്നെ. ഈ റൈസ് തയ്യാറാക്കുമ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അധികം എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ റൈസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കാണാം കുറച്ച് വെള്ളം പോലെ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇത് നെയ്യും കൂടെ ചൂടായി വന്നതിൻ്റെ നെയ്യും വെള്ളവും കൂടെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കി ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീഫും റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട്. റൈസ് ആണെങ്കിലും ഒരുപാട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇതൊരു ഒരു വലിയ ചെമ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിലും കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാര്യം എൻ്റെ കുക്കറിൽ ഇവിടെ നിറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് മിക്സ് ചെയ്യാനൊന്നും ഇതിൽ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ വേറൊരു ചെമ്പിലേക്കിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് തയ്യാറായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റൈസ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. കാര്യം ആ ബീഫിൽ അരിയും കൂടെ ചേർത്തത് കാരണം ശരിക്കും ആ അരിയിലേക്ക് ബീഫിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് മുമ്പ് ഞാൻ കൊച്ചിക്കാരുടെ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ കാണുക. പിന്നെ ചിക്കൻ ഇറച്ചിച്ചോറ്, അതേപോലെ കോക്കനട്ട് റൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.